ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് സ്ലീവിൻ്റെ കട്ടിംഗ് ആണ്. വീഡിയോയിൽ കാണുന്ന പോലെ നല്ല ഷേപ്പിന് എങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം എന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്കറിയാം, സ്ലീവ് ചുളിവൊന്നും ഇല്ലാതെ നല്ല ഭംഗിയിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കട്ടിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഷേപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഇതേപോലുള്ള കണ്ടൻറ്റ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ലൈക്ക് കൂടെ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മൾ ഷർട്ടൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ഒരു കാർഡ്ബോർഡ് ഷീറ്റില്ലേ, അതാണ് കേട്ടോ. ഇതാകുമ്പോൾ ചാർട്ട് പേപ്പറിനേക്കാളും നല്ല കട്ടിയുണ്ട്. അപ്പോൾ അളവൊത്തു വന്നപ്പോൾ ഞാനത് എടുത്തന്നേ ഉള്ളൂ കേട്ടോ. ആദ്യം തന്നെ താഴെ നമ്മൾ ലെവൽ ചെയ്ത് കൊടുക്കണം. അതിപ്പോൾ ക്ലോത്ത് ആണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് ലെവൽ ചെയ്തെടുക്കണം. ഇതിപ്പം ഇങ്ങനെ അൺഈവൻ ആയിട്ടുള്ളത് കൊണ്ട് ഞാൻ ലെവൽ ചെയ്തെടുക്കുവാണ്. എന്നിട്ട് നമ്മൾ താഴെ മടക്കി അടിക്കാനാണ് നിങ്ങൾ എത്രയാണോ തയ്യൽ തുമ്പായിട്ട് കൊടുക്കുന്നത് അത് കൊടുക്കുക. 1 ഇഞ്ചാണെങ്കിൽ 1 ഇഞ്ച് കൊടുക്കുക, 1/2 ഇഞ്ചാണെങ്കിൽ 1/2 ഇഞ്ച്. 1/2 ഇഞ്ച് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ലൈനിങ് ഉള്ളതൊക്കെ നമ്മൾ അടിച്ച് തിരിക്കുവാണല്ലോ. അപ്പോൾ അതിന് നിങ്ങൾ എത്രയാണോ തയ്യൽ തുമ്പ് താഴെ കൊടുക്കുന്നത് അതിനെ ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഇങ്ങനെ പാറ്റേണിൽ കട്ട് ചെയ്യുന്നതുകൊണ്ട് 1/2 ഇഞ്ചിൻ്റെ ഇതാട്ടോ കൊടുക്കുന്നത്. ഇനി നമുക്ക് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. എനിക്ക് വേണ്ട ലെങ്ത് 8 ഇഞ്ചാണ്. അപ്പോൾ മുകളിലുള്ള തയ്യൽ തുമ്പ് കൂടെ ചേർത്ത് 8.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ 8.5 ഇഞ്ച് ഞാനൊരു സ്ട്രെയിറ്റ് ലൈൻ പോലെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 2 സൈഡിലും മാർക്ക് ചെയ്ത് ഒരു സ്കെയിൽ യൂസ് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ലൈൻ പോലെ വരയ്ക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ലെങ്ത് പ്ലസ് തയ്യൽ തുമ്പ് അതായിരിക്കണം നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ വീഡിയോയിൽ ഇത് കിട്ടാൻ കരുതി ഞാനിങ്ങനെ 3-4 പ്രാവശ്യമൊക്കെ വരയ്ക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്, നമ്മളിപ്പോൾ ലെങ്ത് മാർക്ക് ചെയ്തല്ലോ, അവിടെ നിന്ന് 1 ഇഞ്ച് ഇതേപോലെ നീക്കി ഒരു ചെറിയ മാർക്കിങ് ചെയ്ത് കൊടുക്കുക. അതൊക്കെ എന്തിനാണെന്നുള്ളത് ഞാൻ വഴിയെ പറയാം. അതിന് ശേഷം നമ്മൾ താഴെ കൈയുടെ വണ്ണം ഉണ്ടല്ലോ അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ കൊടുക്കുന്നത് 5.5 ഇഞ്ചാണ്. എനിക്ക് ആവശ്യമായ ലൂസും കൂടെ ആഡ് ചെയ്തിട്ടുള്ള അളവാണ് കേട്ടോ ഈ 5.5 ഇഞ്ച് എന്നുള്ളത്. പ്ലസ് തയ്യൽ തുമ്പ് 1 ഇഞ്ച് ഞാൻ എക്സ്ട്രാ സീം അലവൻസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ആം ഹോളിൻ്റെ അളവാണ് മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അത് ഞാനിനി പറയാം, അതൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക കേട്ടോ. ബോഡിയിൽ നിന്നുള്ള മെഷർമെൻറ്റ്, ആം ഹോളിൻ്റെ മെഷർമെൻറ്റ് 14 ഇഞ്ചാണ്. ഇത് ലൈനിങ് ഉള്ള ബ്ലൗസ് ആയതുകൊണ്ട് തന്നെ ഞാൻ ലൂസിന് വേണ്ടിയിട്ട് 1 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 14 + 1 15. ഇനി 15ൻ്റെ പകുതി 7.5. 7.5 1 ഇഞ്ച് കുറച്ച് 6.5 വേണം നമ്മൾ ആം ഹോളിൻ്റെ അളവായിട്ട് മാർക്ക് ചെയ്യാൻ. ഞാനിവിടെ 6.5 എന്നുള്ള മെഷർമെൻറ്റ് കുറച്ച് നീളത്തിലൊരു സ്കെയിൽ യൂസ് ചെയ്തിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ക്യാപ്പ് ഹൈറ്റാണ്. ക്യാപ്പ് ഹൈറ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ മാർക്ക് ചെയ്ത ഈ 6.5 എന്നുള്ള മെഷർമെൻറ്റില്ലേ, അതിൻ്റെ നേരെ പകുതി, അതാണ് നമ്മുടെ ക്യാപ്പ് ഹൈറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ ക്യാപ്പ് ഹൈറ്റും ആം ഹോളിൻ്റെ വിഡ്ത്തും ഇതേപോലെ സ്കെയിൽ യൂസ് ചെയ്തിട്ട് ജോയിൻ ചെയ്ത് വരയ്ക്കുക. ഒന്നുകൂടെ പറയാം, നമ്മൾ ബോഡിയിൽ നിന്ന് ആം ഹോളിൻ്റെ മെഷർമെൻറ്റ് എടുക്കുന്നു. ആ മെഷർമെൻറ്റിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ലൂസ് ആഡ് ചെയ്ത് കൊടുക്കുക. 1/2 ഇഞ്ചാണെങ്കിൽ 1/2 ഇഞ്ച്, ഇപ്പോൾ ലൈനിങ് ഇല്ലാത്താണെങ്കിൽ 1/2 ഇഞ്ച്, ലൈനിങ് ഉണ്ടെങ്കിൽ 1 ഇഞ്ച്. അപ്പം നമുക്കൊരു ആൻസർ കിട്ടി. ഈ ആൻസറിൽ നിന്ന് 1 ഇഞ്ച് നമ്മൾ മൈനസ് ചെയ്യുക, 1 ഇഞ്ച് നമ്മൾ അതിൽ നിന്ന് കുറയ്ക്കുമ്പോൾ നമുക്ക് എത്രയാണോ കിട്ടുന്നത് അതായിരിക്കണം നമ്മുടെ ആം ഹോളിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. ഈ വിഡ്ത്തിൻ്റെ നേരെ പകുതി ആയിരിക്കണം നമ്മുടെ ആം ഹോളല്ല, സ്ലീവിൻ്റെ ക്യാപ്പിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ക്യാപ്പ് ഹൈറ്റ് കൂടിയാലും കുറഞ്ഞാലും ഇഷ്യൂസ് ഉണ്ടാവും. ഇപ്പം ഞാൻ വരച്ചത് സ്ലീവിൻ്റെ ആ വിഡ്ത്തിൽ നിന്ന് ഓപ്പൺ വരേക്കും മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് തയ്യൽ തുമ്പ് ആവശ്യമായിട്ടുള്ള തയ്യൽ തുമ്പും കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ 3.25 എന്നുള്ള മാർക്കിംഗ് ഇല്ലേ, അതായത് ക്യാപ്പിൻ്റെ ഹൈറ്റായിട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ള അതേ മെഷർമെൻറ്റ് ഇതേപോലെ ഒരു സ്ക്വയർ പോലെ ഞാൻ ആക്കി കൊടുക്കുന്നുണ്ട്. കൃത്യമായിട്ട് നമുക്ക് ഷേപ്പ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഈ സ്ക്വയർ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് വരച്ച ശേഷം നമ്മളിതാ ആം ഹോളിൻ്റെ വിഡ്ത്തിൽ നിന്നും ആ സ്റ്റാർട്ടിങ്ങിലേക്ക് ഇതേപോലെ ചരിച്ച് ഒരു മാർക്കിങ് ചെയ്ത് കൊടുക്കുക. സ്റ്റാർട്ടിങ് A, എൻഡിങ് B, ഇതിൻ്റെ സെൻറ്റർ പോർഷൻ C ആയിട്ട് കരുതുക. ഓക്കെ. ഇനി എയിൽ നിന്നും C വരെയുള്ള ആ മാർക്കിങ്ങില്ലേ, അതിൻ്റെ നേരെ പകുതി D എന്നുള്ള പോലെ ഒരു മാർക്കിങ് കൊടുക്കുക. സിയിൽ നിന്നും
ബി വരെയുള്ള പോയിൻറ്റിൻ്റെ പകുതി അതും നമ്മൾ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ മാർക്ക് ചെയ്യാൻ പോകുന്നത് ആ സെൻറ്റർ പോർഷനില്ലേ, അവിടെ നിന്ന് ഇതേപോലെ ചരിച്ചൊരു ജസ്റ്റ് ഒരു മാർക്കിങ് ചെയ്ത് കൊടുക്കുക. ഇനി ആ സെൻറ്റർ പോർഷനിൽ നിന്ന് തന്നെ താഴത്തേക്ക് ഒരു 4 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. ഈ 4 ഇഞ്ചിൽ നിന്ന് നമുക്ക് മുകളിലേക്ക്, അത് ആ ചെരിച്ച വരയില്ലേ, അവിടെ നിന്ന് മുകളിലേക്ക് 1/2 ഇഞ്ച് തൊട്ട് 3/4 ഇഞ്ച് വരെ നമുക്ക് മുകളിലേക്ക് ഒരു മാർക്കിങ് ചെയ്ത് കൊടുക്കാം. 1/2 ഇഞ്ചോ അല്ലെങ്കിൽ 3/4 ഇഞ്ചോ. അത് വണ്ണമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ 3/4 ഇഞ്ച് മാർക്ക് ചെയ്യുക, വണ്ണം കുറവാണെന്നുണ്ടെങ്കിൽ 1/2 ഇഞ്ച് വരെ മാർക്ക് ചെയ്താൽ മതിയാവും. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് എങ്ങനെയാണെന്നുള്ളത് മാർക്ക് ചെയ്യും. ഞാനിവിടെ ആദ്യം 3/4 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവിടുത്തെ കേസിൽ എനിക്ക് 1/2 ഇഞ്ചോളം മതി. ഇനി നമ്മൾ ആ ഡി എന്നുള്ള ആ മാർക്കിംഗ് ഇല്ലേ, അതിലും ഇതേപോലെ ചരിച്ചൊരു മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ഇ എന്നുള്ള ആ മാർക്കിങ്ങിൽ ചരിച്ചൊരു മാർക്കിങ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ആ ഡി എന്നുള്ള മാർക്കിങ്ങിൽ അതായത് ഇവിടുന്ന് 3/4 ഇഞ്ച് ചരിച്ച് ഇതേപോലെ 3/4 ഇഞ്ചിലൊരു മാർക്കിങ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ സ്ലീവിൻ്റെ ബാക്ക് പോർഷൻ ഈ 3 ഡോട്ടായിരിക്കും യോജിപ്പിക്കുക. അതായത് ആ 1 ഇഞ്ച് നമ്മൾ സ്പേസ് വിട്ടത്, 3/4 ഇഞ്ച്, പിന്നെ ഇത് ആ ചരിച്ച് സെൻറ്റർ പോർഷൻ്റെ അവിടെ നിന്ന് നമ്മൾ 3/4 ഇഞ്ചോളം ചരിച്ച് മാർക്ക് ചെയ്തല്ലോ, ഇത് 3ഉം കൂടെ ആയിരിക്കും ബാക്ക് പീസിൽ, അതായത് സ്ലീവിൻ്റെ ബാക്കിൽ നമ്മൾ കർവായിട്ട് കൊടുക്കുമ്പോൾ കൊടുക്കുന്നത്. ഈ 3 ഡോട്ട്സും യോജിപ്പിച്ച് താഴേക്കും കൂടെ യോജിപ്പിക്കണം. ഇനി നമ്മൾ താഴേക്കുള്ള ഷേപ്പ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഐ എന്നുള്ള പോയിൻറ്റും ബി എന്നുള്ള പോയിൻറ്റും തമ്മിലുള്ള ഗ്യാപ്പ് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ പകുതി അതെത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരും, ഇതെല്ലാം ഇങ്ങനെ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ആക്ച്വലി അങ്ങനെ മാർക്ക് ചെയ്യേണ്ട, പക്ഷെ മാർക്ക് ചെയ്ത് ചെയ്യുമ്പോൾ നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. നമ്മളത് 1-2 പ്രാവശ്യമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് ഓട്ടോമാറ്റിക്കലി നമുക്ക് കിട്ടും. അപ്പോൾ 1-2 പ്രാവശ്യം നിങ്ങളിതുപോലെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് സെറ്റായിക്കോളും. അപ്പോൾ ഇതേപോലെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് ജസ്റ്റ് ഒരൊറ്റ പോയിൻ്റ് താഴേക്ക് ആ കർവ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരൊറ്റ പോയിൻ്റ് മാത്രം താഴേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇഞ്ച് ടേപ്പിൽ ആ ഒരു പോയിൻ്റ് എന്നുള്ള ആ പോയിൻറ്റിൽ മാത്രം ജസ്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഫ്രഞ്ച് കർവ് സ്കെയിലെന്ന് പറയത്തില്ലേ, ആം ഹോളിന് ഒക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്കെയില്, അത് വെച്ചിട്ട് ഈ 3 ഡോട്ട്, ആദ്യത്തെ 1 ഇഞ്ച്, പിന്നെ 3/4, പിന്നെ വരുന്ന 3/4, ഈ 3 ഡോട്ടും കറക്റ്റ് ഈ സ്കെയിൽ ഇങ്ങനെ അലൈൻ ചെയ്യുമ്പോൾ ഈ 3ഉം ഒരുമിച്ച് മുട്ടുന്ന പോലെ സ്കെയിൽ വെച്ചിട്ട് ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കുക. ഈ പോർഷനാണ് കേട്ടോ ബാക്കിലേക്കുള്ളത്. എന്നിട്ട് ആ സ്കെയിലിനെ ഇതേപോലെ വെച്ച് തിരിച്ചെടുക്കുക. തിരിച്ച് വെച്ചിട്ട് ഇതേപോലെ ആ താഴത്തെ ആ ഒരു പോയിൻ്റില്ലേ, ആ ഒരു പോയിൻ്റിൽ സ്കെയിൽ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് ആ ഷേപ്പ് വരുന്ന പോലെ ഒരു പോയിൻറ്റുമായിട്ട് കണക്ട് ചെയ്ത് ഈ സെൻറ്റർ പോർഷനിലേക്ക് ഇങ്ങനെ കൊണ്ടുവരാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. അതാണ് നമ്മുടെ ബാക്കിൻ്റെ ഷേപ്പ് വരുന്നത്. അപ്പം ഞാൻ 3/4 ഇഞ്ച് പറഞ്ഞില്ലേ, എനിക്ക് ആക്ച്വലി 1/2 ഇഞ്ച് ആ സ്പേസ് വിട്ടാൽ മതി കേട്ടോ. എവിടെയാ സെൻറ്ററിൽ ഞാൻ പറഞ്ഞില്ലേ 1/2 ഇഞ്ചോ 3/4 ഇഞ്ചോ നമുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ എനിക്ക് ആക്ച്വലി അതൊരു 3/4 ഇഞ്ചിൻ്റെ ആവശ്യമില്ല, 1/2 ഇഞ്ച് മതി. അപ്പോൾ ഞാനത് കുറച്ചെടുക്കുന്നുണ്ട് കേട്ടോ. മിനിമം ഒരു 1/2 ഇഞ്ചെങ്കിലും കൊടുത്തിട്ടുണ്ടായിരിക്കണം. 3/4 ഇഞ്ച് ഞാൻ പറഞ്ഞില്ല, വണ്ണമുള്ള ഒരാൾക്ക് 3/4 ഇഞ്ചെങ്കിലും കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ 1/2 ഇഞ്ച് ഞാൻ കുറച്ച് മാർക്ക് ചെയ്തിട്ട് ഇനി ഞാൻ ആ സ്കെയിൽ യൂസ് ചെയ്തിട്ട് മുന്നത്തെ പോലെ തന്നെ ആ കർവ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ആ സ്കെയിൽ ഇങ്ങനെ സ്ലൈറ്റായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചരിച്ച് കഴിയുമ്പം നമുക്ക് ഈ 3 ലൈനും ഒരേപോലെ മുട്ടുന്ന പോലെ വരുമ്പോഴത്തേനായിരിക്കണം നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതേപോലെ താഴത്തും ഞാൻ ആ സ്കെയിൽ വെച്ചിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ആക്ച്വലായിട്ട് ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത്. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ, ലൈക്ക് ചെയ്തേക്കണേ. ഇനി നമുക്ക് ഫ്രണ്ട് എങ്ങനെയാണ് വരുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഈ 2 പോയിൻ്റ് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അതായത് സി എന്നുള്ള ആ പോയിൻ്റിൽ നിന്ന് നമ്മൾ 1/4 ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്ത് വരച്ചല്ലോ, ആ പോയിൻറ്റും ആ സ്റ്റാർട്ടിങ്ങിലെ ആ പോർഷനും
അവിടെ ഇതേപോലെ കർവ് സ്കെയിൽ യൂസ് ചെയ്തിട്ട് ഇതേപോലെ വരച്ചു കൊടുക്കുക. ഈ 2 പോയിൻ്റ് മാത്രം നമ്മൾ ഫ്രണ്ടിലേക്ക് കുഴിച്ച് വെട്ടുമ്പോഴത്തേനും ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ബാക്കിൽ 3 പോയിൻ്റ് നോക്കിയല്ലോ. ഇനി നമ്മൾ ഇതേപോലെ സ്കെയിൽ തിരിച്ചെടുത്തിട്ട് നമുക്ക് ഈ താഴേക്കും ഇതേപോലെ കർവ് വരണമല്ലോ. ഇതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഞാൻ മുന്നേ പറഞ്ഞില്ലേ എന്നുള്ള ആ പോയിൻ്റില്ലേ, ആ പോയിൻ്റിൽ നിന്ന് ഒരു 3 ലൈൻ, അതായത് 1/4 ഇഞ്ചും 1 പോയിൻറ്റും കൂടെ താത്തി ഒരു മാർക്കിങ് ചെയ്ത് കൊടുക്കുക. മെഷറിങ് ടേപ്പിൽ നമുക്കൊരു 3 പോയിൻ്റ് താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. സ്ലീവിൻ്റെ ഫ്രണ്ട് പോർഷനിൽ താഴത്തെ കർവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ എന്നുള്ള മാർക്കിങ്ങിൽ അവിടെ തൊട്ട് താഴേക്കൊരു 3 പോയിൻ്റ് താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. എൻ്റെ തല കാരണം അത് കാണുന്നില്ലല്ലേ, ഞാനത് ശ്രദ്ധിച്ചില്ല. അപ്പം ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയി കാണുമല്ലോ. ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സ്കെയിൽ ഇതേപോലെ തിരിച്ച് വെച്ചിട്ട് ആ ഷേപ്പ് ഇതേപോലെ തിരിച്ച് വെച്ചിട്ട് ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വരച്ചു കൊടുക്കുക. അപ്പോൾ ഈ ടൈമിൽ നമ്മൾ ആ 3 പോയിൻ്റ് ശ്രദ്ധിക്കണം. ഇതേപോലെ 3 പോയിൻ്റ് കർവ് കറക്റ്റാക്കി വരച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ മാർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെത്തേഡ് 1-2 പ്രാവശ്യം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് യൂസ്ഡ് ആയിക്കോളും. അപ്പോൾ ഇത്രയും മാർക്ക് ചെയ്ത് അങ്ങനെയൊന്നും ചെയ്യേണ്ടി വരത്തില്ല. നമുക്ക് കയ്യിൽ തന്നെ അതങ്ങ് സെറ്റാവും. കട്ട് ചെയ്യുമ്പോൾ ആദ്യം ബാക്ക് പീസ് വേണം കട്ട് ചെയ്യാനായിട്ട്, എന്നിട്ട് വേണം ഫ്രണ്ട് കട്ട് ചെയ്ത് മാറ്റാൻ. അതായത് ബാക്ക് സെപ്പറേറ്റ്, ഫ്രണ്ട് സെപ്പറേറ്റ്. ഞാൻ ഈ മെത്തേഡ് യൂസ് ചെയ്ത് കട്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ തൊട്ട് ഈ പറയുന്ന ഒരേറ്റക്കുറച്ചിലിൻ്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ കൂടിപ്പോയി കുറഞ്ഞു പോയി അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളോ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം ഒന്ന് പറയുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. കാർഡ്ബോർഡിൻ്റെ ഷീറ്റ് ഏതാണ് അത്യാവശ്യം നല്ല പാടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിങ്ങനെ കുറേശ്ശായിട്ട് വെട്ടിയെടുക്കുമായിരുന്നു. ഇത് പിന്നെ പോയ കത്രിക ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഒരു കാരണവശാലും നിങ്ങൾ തുണി വെട്ടുന്ന കത്രിക വെച്ച് ഇങ്ങനെയുള്ള സാഹസമൊന്നും ചെയ്യരുത് കേട്ടോ. എന്നുവെച്ചാൽ സാധാരണ പേപ്പർ പോലും കട്ട് ചെയ്യരുത് തുണി വെട്ടുന്ന കത്രിക യൂസ് ചെയ്തിട്ട് കേട്ടോ. ഞാനെന്താണ് ഇത് പറയാൻ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളങ്ങനെ ചെയ്യും, പേപ്പർ കട്ട് ചെയ്യും, പിന്നെ കത്രികയുടെ മൂർച്ച പോകും. അപ്പോൾ ഇപ്പം ഞാൻ കട്ട് ചെയ്യുന്ന ഫ്രണ്ടിലേക്ക് കുഴിച്ച് വെട്ടുന്ന പോർഷനാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതിൻ്റെ മാർക്കിങ്ങും കട്ടിങ്ങും ഒക്കെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. ഫ്യൂച്ചറിൽ ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. ടാറ്റാ.